മലപ്പുറം അരീക്കോട്ടെ 11കാരിക്ക് അച്ഛൻ എന്ന് കേട്ടാൽ ഇപ്പോഴും പേടിപ്പെടുത്തുന്ന ഓർമ്മയാണ്. ആ ദിവസങ്ങളിൽ അവൾ അനുഭവിച്ച അരക്ഷിതാവസ്ഥ, ഒന്നുറക്കെ നിലവിളിക്കാൻ പോലും കഴിയാത്ത നിസ്സഹായാവസ്ഥ. സ്വന്തം മകളുടെ ജീവിതം പിച്ചു ചീന്തിയ ആ നരാധമൻ ഇനി പുറം ലോകം കാണരുത്. മലപ്പുറത്ത് 11കാരിയായ മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പിതാവിന് 178 വർഷം കഠിന തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. മറ്റൊരു ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴാണ് മകളെ പീഡിപ്പിച്ച കേസിലെ ശിക്ഷാവിധി. മഞ്ചേരി പോക്സോ കോടതിയുടെ നടപടി കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കുന്നവർക്കുള്ള താക്കീതാകണം. ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 11കാരിയെ 46കാരനായ പിതാവ് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. 3 തവണ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു പരാതി. ഈ കുട്ടി കിടന്നുറങ്ങുന്ന റൂമിലേക്ക് പ്രതി അതിക്രമിച്ച് കയറി ചെന്ന് കുട്ടിയുടെ അടുത്ത് കിടന്ന് കുട്ടിയെ ബലാത്സംഗത്തിന് വിധേയമാക്കുകയാണ് പ്രതി 3 തവണയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ ഈ കുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടി ഈ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറയാതിരുന്നത്. അങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ 3 തവണ തുടർച്ചയായി ഈ കുട്ടിയെ പ്രതി ബലാത്സംഗത്തിന് വിധേയമാക്കിയതിനെ തുടർന്ന് കുട്ടിയുടെ ഉമ്മയോട് പറയുകയാണ്, എന്നോട് ഉപ്പ അപമര്യാദയായി പെരുമാറുന്നുണ്ട് എന്ന്. പോക്സോ നിയമത്തിലെ ബലാത്സംഗം, അതിക്രമിച്ചു കടക്കൽ, ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് 178 വർഷം ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്നതിനാൽ 178 വർഷത്തെ തടവ് ശിക്ഷ 40 വർഷമായി കുറയും. അയൽവാസിയായ ഭിന്നശേഷിക്കാരിയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയാണ് ഇയാൾ. ഈ കേസിൽ മഞ്ചേരി കോടതിയിൽ നിന്ന് 10 വർഷത്തെ കഠിന തടവ് ശിക്ഷ ലഭിച്ച ഇയാൾ നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ന്യൂസ് 18 മലപ്പുറം. അമ്മയ്ക്കും ആൺസുഹൃത്തിനുമൊപ്പം UK-യിൽ താമസിക്കുമ്പോഴാണ് ആ കൗമാരക്കാരൻ ആദ്യമായി IS എന്ന തീവ്രവാദ സംഘടനയെക്കുറിച്ച് കേൾക്കുന്നത്. പല ദിവസങ്ങളിലും അമ്മയുടെ കാമുകൻ കുട്ടിയെ രാജ്യവിരുദ്ധ വീഡിയോകൾ കാണിക്കും. അങ്ങനെ IS-ൽ ചേരാൻ അവനെ പ്രേരിപ്പിച്ചു. ക്രിസ്തു മതത്തിൽ നിന്നും മുസ്ലിം മതം സ്വീകരിച്ച അമ്മയോട് മകൻ ഇതെല്ലാം പറഞ്ഞപ്പോൾ അവർ കേട്ട മട്ട് കാട്ടിയില്ല. പിന്നീട് കാമുകനൊപ്പം ജീവിക്കാൻ 15കാരനെ തിരുവനന്തപുരത്തെ അനാഥാലയത്തിലാക്കുന്നു. അതോടെയാണ് പരാതിയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നത്. 15കാരനായ മകനെ ഭീകര സംഘടനയായ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചതിന് തിരുവനന്തപുരം സ്വദേശികളായ അമ്മയ്ക്കും ആൺസുഹൃത്തിനുമെതിരെ UAPA ചുമത്തിയാണ് പോലീസ് കേസ്. കുട്ടിയുടെ അച്ഛൻ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി. സംഭവത്തിൽ NIA-യും വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നാണ് സൂചന. പതിനാറുകാരനെ നിരോധിത ഭീകര സംഘടനയായ IS-ൽ ചേരാൻ നിരന്തരം പ്രേരിപ്പിക്കുന്നതായി ബന്ധുക്കളുടെ പരാതിയിൽ അമ്മയ്ക്കും രണ്ടനച്ഛനുമെതിരെ UAPA ചുമത്തി പോലീസ് കേസെടുത്തു. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെമ്പായത്താണ് സംഭവം. നെടുമങ്ങാട് സ്വദേശിയായ യുവതി പത്തനംതിട്ട പന്തളം സ്വദേശിയായ യുവാവിനെ വിവാഹം കഴിച്ച ശേഷം ക്രിസ്തു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് മാറിയിരുന്നു. ഇവരുടെ മകനാണ് ഈ 15കാരൻ. വിവാഹശേഷം കുട്ടിയുടെ മാതാവും രണ്ടാനച്ഛനും UK-യിൽ പോയി. യുവതിയും ഭർത്താവും മകനും 2021 മുതൽ UK-യിലായിരുന്നു താമസം. കുട്ടി UK-യിലെത്തിയപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ കാട്ടി കുട്ടിയെ പ്രേരിപ്പിക്കുകയായിരുന്നു. യുവതിയുടെ സുഹൃത്തായ വെമ്പായം സ്വദേശി അൻസറാണ് കുട്ടിയെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചത്. തുടർന്ന് UK-യിൽ നിന്ന് നാട്ടിലെത്തിയ ഇവർ കുട്ടിയെ ആറ്റിങ്ങലുള്ള അനാഥാലയത്തിലാക്കി. കുട്ടിയുടെ പെരുമാറ്റത്തിലെ വ്യത്യാസം തിരിച്ചറിഞ്ഞ അനാഥാലയം അധികൃതർ കുട്ടിയുടെ അച്ഛന്റെ വീട്ടുകാരെ വിവരം അറിയിച്ചു. ഇതേ തുടർന്ന് കുട്ടിയുടെ വീട്ടുകാരാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് IS-ൽ ചേരാൻ പ്രേരണയുണ്ടായി എന്ന് കണ്ടെത്തിയത്. ആറ്റിങ്ങൽ DYSP മഞ്ജുലാലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സംഭവത്തിൽ NIA-യും വിശദമായി വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം.